ഗായ്സ് അപ്പം ഞങ്ങൾ പോവുകയാണേ. എങ്ങോട്ട് പോയിരുന്നു? കൂലി കാണാൻ പോവുകയാണ് നമ്മൾ. കൂലി കാണാൻ പോവാണ്. ഫസ്റ്റ് ഫാൻ ഷോക്ക് പോകണം. ഞങ്ങൾ 6:10. അത് നമുക്ക് ഫുൾ വീഡിയോ കാണാം. എന്ത് മലബാറ്? നമ്മളിപ്പോ ഇവിടെ പോണില്ലല്ലോ. ഡാബ്സിന്റെ വൈഫ് കാണാത്തവർ പോയി ചെക്ക് ചെയ്ത്. എന്ത് ഡാബ്സിന്റെ? പിന്നെ നമ്മള് എവിടെ പോണപ്പോ എന്താണ് സന്തോഷം? രാവിലെ തന്നെ ചെറിയൊരു മഴയൊക്കെ ഉണ്ട്. ആ ഞാൻ ഞാൻ ഫസ്റ്റ് തുടങ്ങിയല്ലോ പരിപാടി. നമുക്ക് രണ്ടാക്കും അങ്ങോട്ട് ലിങ്ക് ഷെയർ ചെയ്യാം. അതൊക്കെയാണ് നല്ലത്. ഇപ്പൊ എന്താ പറയാനുള്ളത്? എനിക്കെന്താ പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാ നമ്മളിന്ന് ലേറ്റ് എത്തിക്കേ. സംഭവം ലേറ്റ് ഉണ്ടെന്ന് കാണാൻ അറിയട്ടെ. അതായത് കൂലി കാണാൻ വേണ്ടിട്ട് FDFS അതും ലോകേഷ് കനരാജിന്റെ മാനഗരം കൈതി വെച്ച് പടങ്ങളൊക്കെ നമ്മള് കണ്ടിരുന്നു. FDFS കണ്ടിരുന്നു. പോയിട്ടുണ്ട്. കഴിഞ്ഞ ലിയോക്ക് പോയി. ഞാൻ ഈ സീറ്റ് ബെൽറ്റിൽ കാരണം ഇത് മിക്കവാറും ബാക്കത്തെ ആളുകൾ വരും. ഇങ്ങനൊരു പ്രശ്നമുണ്ട് ഈ വണ്ടിക്ക്. ഇത് റിവ്യൂ പോസ്റ്റിന് വേണ്ടിട്ടൊന്നുമല്ല. കാരണം നമ്മളൊരിക്കലും ഒരു സിനിമയെ റിവ്യൂ ചെയ്യാൻ ആളും അല്ല. ഇതിപ്പോ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് FDFS കാണാത്ത ആൾക്കാർ കുറച്ച് ആൾക്കാരുണ്ട് ഇതില്. ഫാൻ ഷോ ഒരു ബക്കറ്റ് ലിസ്റ്റ് ഒക്കെ ഉള്ള ആൾക്കാരുണ്ട് ഇവിടെ. ആ ബക്കറ്റ് ലിസ്റ്റ് ഫാൻ ഷോ കാണാൻ വേണ്ടിട്ട്. ഞാൻ പറയണത് ലാലേട്ടൻ ഫാൻസിന് വേണ്ടി ലാലേട്ടന്റെ പടമാണ് ഫസ്റ്റ് ഒരു ബക്കറ്റ് ലിസ്റ്റ് കാണേണ്ടത്. ഇതൊരു സൂപ്പർ സ്റ്റാറിന്റെ പടം തന്നെയാണ്. ഇച്ചുവിന്റെ FDFSനെ കുറിച്ചുള്ള മുൻധാരണകൾ എന്തൊക്കെയാണ്? അതായത് ഇപ്പൊ എന്തായിരിക്കും നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഈ പാലഭിഷേകം ഇന്നലെ എന്നോട് ലൂര് ചോദിക്കാണ്, രജനീകാന്തിന്റെ ഫ്ലക്സിന്റെ മേലെ കൂടെ പാലൊക്കെ ഒഴിക്കോ? അല്ല, പാലൊക്കെ ഒഴിക്കൂല. പാലും ഓയിലൊക്കെ ഇപ്പൊ നിർത്തി, വില കൂടിയിട്ടേ. അങ്ങനെ ഒരു നല്ലൊരു ഇതാണത്. പാലൊന്നും അപ്പൊ റീനു ഫാൻ ഷോ പോയിണ്ടോ? ഇല്ല, 3 പേരും ഫസ്റ്റ് ടൈം ആണല്ലേ? അപ്പൊ ഞങ്ങള് രണ്ടാളും ഫാൻ ഷോ ഉണ്ട്. ഞങ്ങള് കാര്യമായിട്ട് മോഹൻലാൽ ഫാൻ ഷോക്കാണ് കൂടുതൽ പോയിക്കുന്നത്. പിന്നെ DQന്റെ സോളോ ആണ് നമ്മൾ ഒരു വട്ടം പോയില്ലേ ഒരു ഫാൻ ഷോ. ചാർലി മറ്റേത് സോളോ കാണാൻ വേണ്ടി നമ്മൾ ഫാൻ ഷോക്ക് പോയിട്ടുണ്ട്. പിന്നെ കൂടുതൽ നമ്മൾ പോയിട്ടുള്ളത് മോഹൻലാലിന്റെ പടം. ഞാൻ അവിടെ എറണാകുളത്ത് ഒരുപാട് ഫാൻ ഷോക്ക് കുറെ വട്ടം നമുക്ക് എവിടെയും പോയിട്ടുള്ളത്. ഞാൻ മസ്കറ്റിലാണെങ്കിലും പോയിട്ടുള്ളത്, ഒക്കെ പോയിട്ടുള്ളത് ഫാൻ ഷോക്കാണ്. അത് ലാലേട്ടൻ ഉയരി. ഇനി ഞങ്ങളെ കോട്ടയംകാരി ഇച്ചുവിനോട് എന്നാ പോയി പറയാനുള്ളത് പറയൂ. നമ്മളെ നാട്ടിലെ തിയേറ്ററിൽ പോയിട്ടില്ലല്ലോ ഇതുവരെ. ഞങ്ങൾക്കൊരു കിടിലൻ തിയേറ്റർ ഉണ്ട്, ഗാലക്സി തിയേറ്റർ. പൂക്കോട്ടും പടത്തിന്റെ ഇല്ല, സുമതി വളവിന്റെ സമയത്ത് ഞങ്ങൾ അവിടെ കോട്ടയം വളവിലൂടെ ഓടിച്ചോണ്ടിരിക്കുന്നത്. ഫുള്ള് ഷോയാണ്. പിന്നെ ഞാൻ എന്റെ ഒരു ചെറിയൊരു സംശയമാണ്. ഇത് ലോകേഷിന്റെ പടം ആയതുകൊണ്ട് മറ്റു പടങ്ങളുമായിട്ട് എന്തേലും ഒരു സാമ്യം ഉണ്ടാകുമോ? അതായത് അവന് അങ്ങനൊന്നും തിങ്ക് ചെയ്ത് കൊണ്ടത് അങ്ങനത്തെ ഒരു സീരിയസ് ഇഷ്യൂ ഒന്നും ആക്കണ്ട. അതല്ലേ ഞാൻ ചോദിക്കുന്നത്. നമുക്ക് എപ്പോഴും ഓന്റെ സിനിമ ഓന്റെ യൂണിവേഴ്സ് ഓന്റെ പടം ഇറങ്ങുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു ഇതാണ് എന്ത് മറ്റൊരു പടമായിട്ടുള്ളൊരു എന്തെങ്കിലും സാമ്യം ഉണ്ടാകുമോ എന്നുള്ളത്. യൂണിവേഴ്സൽ പടമായിട്ട് ഞാൻ പറഞ്ഞില്ല അങ്ങനെ തിങ്കേണ്ടത്. ഒരു രജനീകാന്തിന്റെ സൂപ്പർ സ്റ്റാർ പടം, ലോകേഷ് കനരാജിന്റെ മാസ് പടം, അത് കാണാൻ വേണ്ടി പോകും. അതിലെല്ലാരും കണക്റ്റഡ് ആവാൻ സാധ്യതയുണ്ട്. നോക്കാം, കണക്റ്റഡ് ആവുന്നുണ്ടോ അതന്നെ ഞാൻ ചോദിച്ചു. അങ്ങനെ ആവാൻ സാധ്യതയുണ്ട്. നമുക്ക് എപ്പോഴും ആക്ഷൻ കാണാം. പിന്നെ സൗബിൻ ഷാഹിന്റെ പെർഫോമൻസ് ആണ്, അതിനാണ് ഞാൻ പോണത് മെയിൻ ആയിട്ട്. പിന്നെ രജനീകാന്ത് ഓൾവേസ് സ്വാഗ്. 72കാരന്റെ അഴിഞ്ഞാട്ടം, അതാണ് നമ്മള് അവിടെ എൻജോയ് ചെയ്യാൻ പോകുന്നത്. നമ്മള് മെയിൻലി കാണാൻ വേണ്ടി പോണം. 72കാരന്റെ അഴിഞ്ഞാട്ടം, തലയുടെ തലയാട്ടം, ചാത്തി വിളയാട്ടം. തലയ്ക്ക് മേലെ അല്ലേ? അപ്പൊ നമുക്ക് ലുലു, ഇച്ചു, റിനു, നമുക്കപ്പോ ആ ബക്കറ്റ് ലിസ്റ്റിലുള്ള ആ സാധനം കണ്ടിട്ട് വരാം. ബൈ.
ഗൈസ് നമുക്കിപ്പോ പൂക്കട്ടുംപാടം ഗാലക്സിയിലേക്ക് പോകാം. ഇപ്പൊ നമ്മൾ കണ്ട പള്ളി ഉണ്ടല്ലോ, പണ്ട് അവിടെ എന്തൊരു പേടിപ്പിക്കുന്ന സംഭവം എന്നൊക്കെ പറയണത് സത്യമാണോ? അതൊന്നുമില്ല, സംഭവം ഭയങ്കര പ്രേത പ്രശ്നമുള്ള പള്ളി. അന്നൊന്നും ഇപ്പൊ പോലെ ലൈറ്റോ സ്ട്രീറ്റ് ലൈറ്റോ ഒന്നും ഇല്ലല്ലോ. പിന്നെ അവിടെ അന്ന് മതില് കിട്ടിയ പോലെ മതിലൊന്നുമില്ല. നമ്മൾ ചെറിയ കുട്ടികളായി പഠിക്കുമ്പോഴൊക്കെ മറ്റേ സെമിത്തേരി ഇങ്ങനെ ഓപ്പൺ ആയിട്ട് കാണാം. അപ്പോൾ അവിടെ മറവ് ചെയ്യുന്ന പരിപാടികളൊക്കെ പുറത്തുള്ള ആൾക്കാർക്കൊക്കെ കാണാൻ പറ്റും. കുട്ടികളൊക്കെ സ്കൂളിൽ പോലെ, ഇവിടെ സ്കൂൾ പറമ്പ് സ്കൂൾ അടുത്തല്ലേ, അപ്പൊ ഓൾറെഡി അങ്ങനത്തെ ഒരു ടോക്ക് ഉണ്ട് ഈ പ്രേതത്തിന്റെ ഇഷ്യൂ. പ്രേതത്തിന്റെ ഇഷ്യൂ. അപ്പൊ അന്ന് ഇവിടെ ഒരാള് മരിച്ച മറവ് ചെയ്തൊരു ദിവസം രാത്രി ഇവിടെ പണ്ടൊരു കള്ള് ഷാപ്പ് ഉണ്ടായിരുന്നു ചുള്ളോട്. അവിടുന്ന് ഒരാള് വെള്ളടിച്ചിട്ട് വന്നിട്ട് സെമിത്തേരിയിൽ രാത്രി കടന്നു മാത്രല്ല, അവിടെ ശവത്തിന്റെ പെട്ടിന്റെ പെട്ടിണ്ടല്ലോ, സെമിത്തേരിന്റെ മറ്റേ കബറുണ്ടല്ലോ, കബറിന്റെ മുകളിൽ മച്ചാൻ കടന്നിട്ട് രാത്രി അന്നൊക്കെ സൈക്കിളിൽ നടന്നൊക്കെ ആൾക്കാർ പോവാ. അപ്പൊ അവിടുന്ന് കേറിട്ട് പോവാ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കള്ളുടിയെ അവിടെ നിന്ന് സെറ്റാക്കി മനുഷ്യന്മാരെ മുഴുവൻ പേടിച്ച് വിറച്ച്. പിറ്റേന്ന് സ്കൂളിൽ ചെല്ലുമ്പോ എല്ലാരും പറയണ കഥ ഏതാ, പള്ളി പേര് അവിടെ ഇതുണ്ട് കേട്ടോ. കാരണം അന്ന് ഒരു ലൈറ്റും കൂടി ഇല്ലല്ലോ നമ്മളെ നാട്ടില്, ഇരുണ്ട് കിടക്കല്ലേ. ഇവിടുന്ന് പറമ്പ് സ്കൂളിൽ ഇവിടുന്ന് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് നമ്മളെ ഫാൽസിന്റെ ഒക്കെ പേരന്റെ അവിടെ, ഫാൽ സൊസൈറ്റിന്റെ അവിടെ ഒരു വീടുള്ളൂ, അത് ഉനൈസിന്റെ ഒക്കെ ഒരു വീട്. ഓടും പേടിയായിരുന്നു ആ സമയത്ത് രാത്രിയൊക്കെ പോകാൻ. അപ്പൊ നടന്ന് ഇവിടുന്ന് സിനിമയൊക്കെ കഴിഞ്ഞ് പോണ ആൾക്കാരെ, പണ്ട് ഇവിടെ ആനന്ദ് തിയേറ്റർ ഉണ്ടായിരുന്നു, നമ്മള് ആനന്ദ് തിയേറ്റർ, അതൊക്കെ കഴിഞ്ഞു ലാസ്റ്റ് സെക്കൻഡ് ഷോ ഒക്കെ 12:15 കഴിഞ്ഞിട്ട് ആൾക്കാർ പോവാ. അന്ന് 2 കള്ള് ഷാപ്പ് അവിടെ ഇവിടെ. കള്ള് ഷാപ്പിനെ പ്രൊമോട്ട് ചെയ്യുന്ന വീഡിയോ ഞാൻ പറയാം, അതൊന്നും ഇല്ലല്ലോ ഇപ്പൊ, അതൊക്കെ പോയില്ലേ. അതുകൊണ്ട് പ്രേതവും പോയി, അതൊക്കെ പോയില്ലേ. അതിനൊന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല. പക്ഷെ അതൊക്കെ സത്യം പറഞ്ഞാൽ പേടിപ്പിക്കാൻ വേണ്ടി. പിന്നെ അതിന്റെ ഇടയിൽ വേറെ ആരൊക്കെ അവിടെ എന്താ ലൈറ്റ് വെച്ച് പേടിപ്പിക്കുന്ന ലൈറ്റ് വെച്ചിട്ട് അവിടെ പേടിപ്പിക്കുന്ന. അതായത് അവിടെ പൊന്തമ്പുഴ. ആദ്യം നമുക്കൊരു വ്ലോഗ് ചെയ്യണം. എന്താ പൊന്തമ്പുഴ? പണ്ടത്തെ കണ്ണാടി ഇല്ലേ, അറിയോ? അത് കണ്ടിട്ടുണ്ടോ? കണ്ണാടി. ആ മറ്റേ താടിക്കാരൻ്റെ. കണ്ണാടിയിലേക്ക് സ്വാഗതം. കണ്ണാടിയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. അത് കേട്ടോ. എനിക്കറിയില്ല അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട്. ഞാൻ അറിയുന്ന എന്തോ പ്രശ്നം. വാപ്പ പണ്ട് ഇങ്ങനെ ഓട്ടോയിൽ എന്തോ പോയപ്പോ പെട്ടെന്ന് ലൈറ്റ് ഓഫായി. പെട്ടെന്ന് ലൈറ്റ് തുറന്നപ്പോ മറ്റേ എരുമക്കാലം എന്നോട് പറഞ്ഞ നമ്മൾ ടി കെ കോളനി പോയെന്ന അതിന്റെ എന്തൊരു കാര്യം പറയണ്ടായിരുന്നു. അത് നമുക്ക് അതില് വൈൻ ക്ലൈമാക്സ് കിട്ടിയോണ്ട് അത് ഫ്യൂലൈറ്റ്. പിന്നെ നമ്മള് ഇവിടെ കിടക്കുന്നത് മറ്റേ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സാധനമായിരുന്നു. എടുത്ത് രണ്ട് ക്ലിപ്പ് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ വൻ വയറുള്ള സാധനമായിരുന്നു. അതെ, അപ്പൊ നമ്മൾ ഐറ്റം വെച്ച് പിടിക്കായിരുന്നു. എന്തായാലും നമ്മള് ഗാലക്സിയോട് അടുക്കാണ്. അങ്ങനെ ഫാൻ ഷോ കാണാനുള്ള ഹാപ്പി സീനിലാണ്. എല്ലാരും ആൾക്കാരുണ്ടാവോ? ഇപ്പച്ചി പറഞ്ഞ ഡയലോഗ് കേട്ടോ, കൂലിന്ന് കാണാണ്ടപ്പോ എല്ലാരും ഉറക്കം നീച്ചിങ്ങോട്ട് വരാൻ പറ്റില്ല. ഗാലക്സിയിലേക്ക് നമ്മൾ എത്തി. എല്ലാരും ഉണ്ടാവും. ഷോന്റെ ആൾക്കാർ കേറി ഉണ്ടാവൂലേ? നമുക്ക് ഇനി 10 മിനിറ്റ്. അപ്പൊ കേറാം. നമുക്ക് കേറാം. തിരക്ക് ഇവിടെ പുറത്ത് കാണില്ല, ആളില്ലാത്ത വണ്ടികളൊക്കെ നിറഞ്ഞിട്ടുണ്ട്. ഗാലക്സി ഇവരെവിടെ ഇറക്കണോ? അല്ല, നമുക്ക് എല്ലാവർക്കും ഇറങ്ങി പോരാം. ആൾക്കാരുണ്ട് കേട്ടോ രാവിലെ. പക്ഷെ രജനീന്ദ്ര ഫാൻസുകൾ ലോകേഷിന്റെ ഫാൻസ് ഉണ്ട് അല്ലേ? ലോകേഷ് ഫാൻ ഉണ്ട്. ലുലൊക്കെ ലോകേഷ് ഫാനാ. ആൾക്കാരുണ്ട്. തലമുറയുടെ വിളയാട്ടം കറക്റ്റ് വർക്ക് ചെയ്യാലെന്ന് ഒരു ഇതാണ്. എന്ത് മറ്റൊരു പടവുമായിട്ടുള്ള എന്തെങ്കിലും സാധനം ഉണ്ടാകുമല്ലേ? ഞാൻ വെറുതെ
അങ്ങനെ തലവരുടെ FDFS കണ്ടു. കൂലി എന്തായാലും തകർന്നിരിക്കണേ. ഹാപ്പിയല്ലേ? അടുത്ത FDFS പോണ്ടേ? അപ്പൊ അടുത്തൊരു വീഡിയോയുമായി വരുന്നതിന് സന്ധിക്കും വരെ വണക്കം. അങ്ങനെയല്ല, വീണ്ടും സന്ധിക്കും വരേക്കും വണക്കം. ഓ നമ്മൾ പഠിച്ചു. ഓക്കെ ഓക്കെ, ബൈ ഗൈസ്.